വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും ചേർന്ന് നടത്തുന്ന കടുവ സെൻസസിന് തുടക്കമായി. നോർത്ത് വയനാട് ഡിവിഷനെ 23 ബ്ലോക്കുകളായി തിരിച്ചാണ് സെൻസസ് നടത്തുന്നത്. ഡിവിഷനിൽ മാത്രം 90 ഉദ്യോഗസ്ഥരാണ് സെൻസസിന് നേതൃത്വം നൽകുന്നത്. രാജ്യവ്യാപകമായി നടത്തുന്ന 6ാമത്തെ കടുവ സെൻസസിനാണ് ഇന്ന് തുടക്കം കുറിച്ചത്. ഡിസംബർ 1 മുതൽ 2026 ഏപ്രിൽ വരെ 3 ഘട്ടങ്ങളിലായാണ് കണക്കെടുപ്പ്. സ്ട്രൈപ്സസ് ആപ്പ് ഉപയോഗിച്ച് കടലാസ് രഹിതമായാണ് കണക്കെടുപ്പ്. കടുവകളുള്ള മേഖലകൾ GPS സഹായത്തോടെ അടയാളപ്പെടുത്താനുള്ള ജിയോ ടാഗിംഗ് സൗകര്യവുമുണ്ട്. കടുവ ഇരകളാക്കുന്ന മൃഗങ്ങളുടെ സാന്നിധ്യവും എണ്ണവും വനത്തിലെ ആവാസ വ്യവസ്ഥയും വിലയിരുത്തും. ഓരോ ഗ്രിഡിലും ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുന്നതാണ് അടുത്ത ഘട്ടം. ഇരുമ്പ് ചട്ടക്കൂടിനുള്ളിൽ സ്ഥാപിച്ച തെർമൽ ക്യാമറകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ക്യാമറയിൽ പതിയുന്ന ചിത്രങ്ങളിൽ നിന്ന് ഉടലിലെ വരകളുടെ ഘടന, നീളം, വീതി, പ്രത്യേകമായ ആകൃതികൾ ഇവയെല്ലാം വിലയിരുത്തിയാണ് കടുവകളെ തിരിച്ചറിയുന്നത്. ഇതുകൂടാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനത്തിൽ നിന്ന് കടുവകളുടെ കാൽപ്പാടുകളും പരിശോധിക്കും. നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ഈ ഓൾ ഇന്ത്യ ടൈഗർ എസ്റ്റിമേഷൻ നോർത്ത് വയനാട് ഡിവിഷനിൽ ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കപ്പോൾ 23 ബ്ലോക്കിൽ 90ഓളം ഫീൽഡ് സ്റ്റാഫ്സ് 8 ദിവസത്തിൽ ഫസ്റ്റ് ലെവലായിട്ട് സെൻസസ് എടുക്കുന്നുണ്ട്. ഇവർ നൈറ്റിൽ ക്യാമ്പ് ചെയ്തിട്ട് എത്ര കടുവയുണ്ട്, കടുവയുടെ പ്രേബേസ് എന്തുകൊണ്ടാണ് നോക്കാൻ ഇന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തോടെ കടുവ സെൻസസിന്റെ 3 ഘട്ടങ്ങളും പൂർത്തിയാക്കും. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി.